പ്രവാസ ജീവിതം വിവിധ ജീവിത അനുഭവങ്ങളിലൂടെയാണ് മുന്നേറുന്നത്. സ്വപ്നങ്ങളും ദുരിതങ്ങളും അതിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒഴുവൂരിൽ നിന്നും ഒരു വീട്ടിലെ മൂത്ത സഹോദരി അമേരിക്കയിലേക്കും ഇളയവൾ ഓസ്ട്രേലിയയിലേക്കും കുടിയേറി. കാലങ്ങൾ കടന്നുപോയി. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ മരിച്ചും പോയി. സഹോദരിമാർ ഒരാൾ അമേരിക്കയിലും മറ്റൊരാൾ ഓസ്ട്രേലിയയിലും നഴ്സിംഗ് ഹോമിലുമായി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില സംഭവങ്ങളിലൂടെ KCCQ ബ്രിസ്ബെയിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നിറക്കൂട്ടുകൾ. Are you okay? ഞാൻ ഓക്കെയാണ്. ഒരു സ്വപ്നം കണ്ട് പേടിച്ചതാ. എനിക്ക് തോന്നി. ഓസ്ട്രേലിയയിൽ ഈ നഴ്സിംഗ് ഹോമിന്റെ ഏകാന്തയിൽ വീർപ്പ് മുട്ടുമ്പോൾ മോളെപ്പോലെയുള്ള മലയാളി നഴ്സുമാരുള്ളതാ ഏക ഒരു ആശ്വാസം. 40 വർഷങ്ങൾക്ക് മുമ്പ് മോളെപ്പോലെ നഴ്സായി ഓസ്ട്രേലിയയിൽ വന്നതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കി. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അമേരിക്കയിലുള്ള ചേച്ചിക്ക് എങ്ങനെയുണ്ട്? 24 മണിക്കൂറാണ് അവൾക്ക് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന സമയം. പിന്നെ ഞാൻ ഒറ്റയ്ക്കാകും. ഞങ്ങൾ 2 പേരായിരുന്നു. അവൾ അന്ന് അമേരിക്കയ്ക്ക് പോയി, ഞാൻ ഓസ്ട്രേലിയയിലും. അവളുടെ കെട്ടിയോനും എന്റെ കെട്ടിയോനും ഒക്കെ മരിച്ചു. ഞാനും ചേച്ചിയും തമ്മിൽ കണ്ടിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. പ്രായമായാൽ യാത്രയൊന്നും പറ്റില്ലല്ലോ. എനിക്ക് പരാതിയൊന്നുമില്ല. എന്റെ മക്കൾ എല്ലാ വീക്കെൻഡിലും എന്നെ കാണാൻ വരും. ഹായ് ആൻറ്റി, അമേരിക്കയിൽ നിന്ന് ഒരു ഫോണുണ്ട്. അവസാനം എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ചേച്ചിക്കെല്ലാം കേൾക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. എല്ലാവരും മിണ്ടാതിരുന്നേ. അനിയത്തി ഓസ്ട്രേലിയയിൽ നിന്നും വിളിക്കുന്നുണ്ട്. ഈ ഫോൺ പുള്ളിക്കാരത്തിന്റെ ചെവിയുടെ അടുത്ത് വെച്ചേ. ഹലോ, 6 മണിക്ക് മുമ്പ് മരിച്ച ഞാൻ സിക്ക് വിളിക്കും, അല്ലെ ജോലിക്ക് പോകും. സൺഡേ പെനാൽറ്റി കളയാൻ മാത്രം ഒന്നുമില്ല. വയസ്സ് 90 കഴിഞ്ഞതാ. ചേച്ചി, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ അവസാനത്തെ സംസാരമാണ്. നീ ലോകത്തിലെ ഏറ്റവും നല്ല ചേച്ചിയായിരുന്നു. നീ അന്ന് അമേരിക്കയിൽ പോയതുകൊണ്ടാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടത്. നമുക്കൊരു നല്ല വീടുണ്ടായത്, എന്നെ പഠിപ്പിച്ച് ഓസ്ട്രേലിയയിൽ എത്തിച്ചത്. ഞാൻ ലോകം കണ്ടത് നിന്നിലൂടെയായിരുന്നു. നിന്റെ കൈ പിടിച്ച് പള്ളിയിൽ പോയത് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. നിറഞ്ഞിടുകന്നിൽ എൻ
പ്രിയനാഥ പോകരുതേ പോകരുതേ, നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടെ. സ്നേഹസ്വരൂപ അവദർശനം ഈ നശിച്ച അനീതി ലഡുവിൽ മുന്തിരിങ്ങ ഇരിക്കുന്നല്ലോ, എപ്പോഴും കാണും ആ ചേച്ചിയുടെ കൂടെ. ഇങ്ങനെ പോയാൽ ഈ ലവ് ലെറ്റർ എങ്ങനെ കൊടുക്കും? ഒരു മാസമാണ് ഇതും പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയത്. അത് ശരിയാണ്. ഈ നോട്ട് നിരോധിച്ച പോലെ അനീതിമാരെ നിരോധിക്കാൻ വല്ല വഴിയുണ്ടോ? ചേച്ചി, നീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ വന്നത്. ആ നാളുകൾ എന്ത് രസമായിരുന്നു. ചേട്ടന്മാർ സമരം ചെയ്യാൻ നോക്കിയിരുന്നത് ഓർക്കുന്നുണ്ടോ? നിന്റെ ജോയിച്ചായൻ കോളേജിൽ വെച്ച് കൂട്ടുകാരോടൊപ്പം വന്ന് നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞത് ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചെയ്യാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. എടോ, നീ തനിച്ചാണെന്നൊരു തോന്നൽ ഇനി വേണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് തരാൻ എൻ്റെ സമയമുണ്ട്, എൻ്റെ സ്നേഹമുണ്ട്. അതിലുപരി നീ എൻ്റെ പ്രാർത്ഥനയിലുമുണ്ട്. കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം, എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം. അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ, മലരേ എന്നുയിരിൽ വിടരും പനിമലരേ.
നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം അമേരിക്കയിൽ പോയ ആൾ നീയായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യമായി TV വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലായിരുന്നു. അടുത്തുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ TV കാണാൻ വന്നതൊക്കെ ചേച്ചി ഓർക്കുന്നുണ്ടോ? അടുത്തതായി ചിത്രഗീതം. ഈ പരിപാടിയുടെ പ്രായോജകർ ആലുക്കാസ് ജ്വല്ലറി ആൻഡ് നിർമ്മ വാഷിംഗ് പൗഡർ. Alucard's Jewelry. No, 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 no. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമരി പെയ്യുമ്പോഴാറിനാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമരി പെയ്യുമ്പോഴാറിനാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൻ വെൺപട്ടു ചൂടും ആറിൻ പൂമണി മാറി അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം ലാ 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 ലാ. ോ
ചേച്ചിയുടെയും ജോയിച്ചായൻ്റെയും കല്യാണം, അതൊക്കെ ഇന്നലെ നടന്ന പോലെ ഓർക്കുന്നു. പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാനൂറും വന്നവരിങ്ങോ വേരോടി വെറ്റു വളർന്നേ ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം. അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം. പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ. मारी एंट्री यार दिल में बजी घंटी यार टंग तुमने मारी एंट्री यार दिल में बजी घंटी यार टंग दिल की सुन कमेंट्री यार प्यार की गारंटी यार टंग वारंटिया रे संग तुमने मारी एंट्रिया रे दिल में बजी घंटिया रे टंग
के दिल से दिल अटैच किया रे, साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल कभी कैच किया रे। നിനക്ക് ഉണ്ണിക്കുട്ടൻ ഉണ്ടായപ്പോ അവനെ 2ാം ക്ലാസ് വരെ നമ്മുടെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചത്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അവധിക്ക് വീട്ടിൽ വരുന്നത് തന്നെ ഉണ്ണിക്കുട്ടനെ കാണാനായിരുന്നു. പപ്പയും മമ്മിയും ഞാനും അവനെ നിലത്ത് വയ്ക്കില്ലായിരുന്നു. ഒരിക്കൽ നീയും ജോയിച്ചായനും അവധിക്ക് വന്നപ്പോൾ അവൻ്റെ സ്കൂളിൽ അവൻ കളിച്ച നൃത്തശില്പം കാണാൻ പോയത് എന്തെല്ലാം ഓർമ്മകളാണല്ലേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ, ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ, പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ, ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം, പ്രേമസ്വരൂപനാം സ്നേഹസതീർഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ചേച്ചി ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിങ്ങൾ തിരുനാൾ പ്രസിദ്ധേന്തിയായി നടത്തിയ അന്നാണ് സണ്ണിച്ചൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ നിന്നും ആദ്യത്തെ അവധിക്ക് വന്നതായിരുന്നു ഞാൻ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകളമേ, നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകളമേ, ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകളമേ, പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകളമേ. എന്നെ കെട്ടാൻ നീ ഓക്കെ ആണോ? എടാ, ഞാനാണോ നിന്നെ കെട്ടേണ്ടത്? നീ എന്നെയല്ലേ കെട്ടേണ്ടത്? എടാ, ഞാൻ സെറ്റാണ്. കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ
എൻ്റെ കല്യാണത്തിന് ശേഷം എത്രയോ പ്രാവശ്യം ഞാൻ അമേരിക്കയിലും നീ ഓസ്ട്രേലിയയിലും വന്നു. പപ്പയും മമ്മിയും നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വന്ന് താമസിച്ചു. എന്തെല്ലാം ഓർമ്മകൾ. പപ്പയ്ക്ക് പിന്നാലെ മമ്മിയും മരിച്ചപ്പോഴാണ് ഒരു ഏകാന്തത തോന്നി തുടങ്ങിയത്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് 15 വർഷങ്ങൾ. മമ്മിയുടെ ശവാടക്കിന് നാട്ടിൽ വെച്ച് അവസാനമായി കണ്ടപ്പോൾ നീ പറഞ്ഞത് ഒരു കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് എനിക്കിനി ഒരു വരവുണ്ടാകില്ല. യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ജോയിച്ചായൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷം പപ്പായും മമ്മിയും ഫോൺ വിളിക്കുന്നതായിരുന്നു ഏക ആശ്വാസം. ഇപ്പൊ അതും നിലച്ചു. നമ്മൾ കളിച്ചു വളർന്ന ഈ മുറ്റവും ഈ വഴികളും ഒക്കെ ഓർമ്മകളാവുകയാണ്. പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ നിനക്കും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പറ്റുമ്പോഴൊക്കെ ഇവിടെ വരണം കേട്ടോ. നമ്മൾ പണിത ഈ വീടൊക്കെ നശിച്ചില്ലാതാകും. ചിലപ്പോൾ ഒക്കെ ഞാൻ ഓർക്കും, ആരും എവിടെയും പോകണ്ടായിരുന്നു. ഇവിടെ വല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. അമേരിക്കയിൽ നിന്നും ഫോണുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ മരിച്ചുപോയി. സ്നേഹം തന്നോരിൻ പ്രിയരെ, ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. അവസാനം ഞങ്ങളുടെ തലമുറയിൽ ഞാൻ മാത്രമായി. എൻ്റെ ഇച്ഛായൻ നേരത്തെ പോയതുകൊണ്ട് ഒന്നും അറിയണ്ടല്ലോ. ചായ, നമ്മുടെ മക്കൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നെ കാണാൻ നഴ്സിംഗ് ഹോമിൽ വരുന്നുണ്ട്. പണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോമുകൾ മേടിക്കുന്ന തിരക്കിൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. മക്കളുടെ കൂടെ ചിലവഴിക്കേണ്ട സമയം ഈ നഴ്സിംഗ് ഹോമിൻ്റെ ഏകാന്തമായ മരവിപ്പിൽ ഞാൻ ഇന്നത് തിരിച്ചറിയുന്നു. നമ്മൾ അന്ന് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ അവരുടെ കൂടെ ഇരുന്നുള്ളൂ. പഴയ കാലത്തേക്ക് തിരിച്ചു പോയി അതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ
ഞാൻ തനിച്ചായതുപോലെ എനിക്ക് തോന്നുന്നു. മഞ്ഞുന്തരങ്ങളിൽ മനസ്സിന്റെ മുറിവിന് കടലോളമാഴമുണ്ടായിരുന്നു. രൗദ്രഭാവത്തിന്റെ കയ്പുനീരിൽ പശി മാറ്റിയ ദിനങ്ങൾ കടന്നുപോയി. വർണ്ണ